ഹലോ എവ്രി വൺ, അവർ ഓൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കുവൈറ്റിലെ MOHയിലേക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലേക്കും ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നൊരു സമയമാണിത്. ഒരുപാട് പേര് ലോക്കൽ റിക്രൂട്ട്മെൻറ്റായിട്ടും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് പ്രൈവറ്റിലേക്കായിട്ടും കുവൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം തന്നെ പറഞ്ഞാൽ കുവൈറ്റിൽ നിന്ന് ഒരുപാട് പേര് കുവൈറ്റ് വിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ ഫ്ലോയ്ക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഭയങ്കര സിവിയറായിട്ടുള്ള റെസിഗ്നേഷനും കാര്യങ്ങളൊക്കെയാണ് മിനിസ്ട്രിയിലും അതുപോലെ തന്നെ കുവൈറ്റിൽ നിന്നും ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അറിയാം, മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോ അല്ലെങ്കിൽ അല്ലാതെ വർക്ക് ചെയ്യുന്ന നേഴ്സസിൻ്റെ ഹസ്ബൻഡുമാരും ആ കൂടെ പോകുമ്പോൾ കുവൈറ്റിൽ എക്സ്പാർട്സിൻ്റെ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിസയുടെ റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് വേക്കൻസീസ് ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റും അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ വേക്കൻ്റ് ആയിട്ട് കിടക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ കുവൈറ്റ് ഗവൺമെൻറ് ഇപ്പോൾ വിസ വീണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നു. പല ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഇളവുകളും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരുപാട് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചെറിയ സാലറിയിൽ ചില ആളുകൾ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന സാലറിയേക്കാളും നല്ലൊരു സാലറിയാണ് ഇവിടെ കിട്ടുന്നത്. ഒരുപക്ഷെ കാലാവസ്ഥയുടെ പ്രതികൂലവും അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലപ്പോൾ കുടുംബമായിട്ടൊക്കെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനൊക്കെ ഉള്ളപ്പോഴും അവർക്ക് കിട്ടുന്ന ആ പൈസ അവർക്ക് സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിചാരത്തിലാണ് അവരിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നേഴ്സസിനും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫിനും, മെയിനായിട്ട് നേഴ്സസിനാണ് എങ്ങനെയാണ് ഓവർ ടൈമിൽ കൂടെ കൂടുതൽ പൈസ ഉണ്ടാക്കാനൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നേരത്തെ ഓവർ ടൈം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അവർ ഏകദേശം ഒരു 18-19 ഇയേഴ്സ് ആയിട്ടുള്ള ഓവർ ടൈം എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് തന്നെ. അപ്പോൾ ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത് മിക്കവാറും OPDകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ്, ന്യൂക്ലിയർ മെഡിസിൻ, അങ്ങനത്തെ ഡേ ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന ആളുകൾക്കായിരുന്നു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ തുടങ്ങിയ സമയത്ത് സാലറി അല്ലെങ്കിൽ അവർലി പേ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഏകദേശം 2.5 KD അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലായിരുന്നു ഓവർ ടൈമിൻ്റെ പേയ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം കുവൈറ്റ് ഗവൺമെൻറ് വീണ്ടും അതിൻ്റെ പേയ്മെൻറ്റ് കൂട്ടുകയും ഏകദേശം ഒരു 5 KD എന്നുള്ള രീതിയിൽ പെർ അവർ കൊടുക്കുന്ന രീതിയിൽ ആണ് കുവൈറ്റ് ഗവൺമെൻറ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓവർ ടൈമിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം വീണ്ടും അവർ ചേഞ്ചസ് വരുത്തി. അവരുടെ സാലറി, ബേസിക് സാലറി എത്രയാണോ ആ സാലറിയുടെ ബേസിലാണ് ഓവർ ടൈമിൻ്റെ പേയ്മെൻറ്റ് അവർ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുവൈറ്റിൽ ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സാലറിയിൽ വളരെ വ്യത്യാസം. ഇപ്പം ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പലർക്കും പല സാലറി ആയിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു 650 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അലവൻസുകൾ ആഡ് ചെയ്തിട്ടാണ് ചില ആളുകൾക്ക് 1000 എബവ് കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓരോ അലവൻസുകൾ ആഡ് ചെയ്തതാണ് അവരുടെ സാലറി ഹൈ ആയിട്ട് പോകുന്നത്. ഇപ്പം വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ സാലറി ആയിരിക്കണം എന്നില്ല ഒരു OPDയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന്. അതുപോലെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ സാലറി ആയിരിക്കണം എന്നില്ല ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പം ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ എക്സ്റേയിലോ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സാലറി ഒരു വാർഡിലോ അല്ലെങ്കിൽ ICUയിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സിൻ്റെ വ്യത്യാസമായിരിക്കും. അത് മാത്രമല്ല, ഇനി പല ഹോസ്പിറ്റലുകൾക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ ഇപ്പം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിലാണെങ്കിൽ പോലും ചില സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെൻറ്റർ, അതുപോലെ പല ഹോസ്പിറ്റൽസ്, സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ആ ഹോസ്പിറ്റലിൻ്റെ റിസ്ക് അലവൻസ് അങ്ങനത്തെ പല അലവൻസസ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കുവൈറ്റ് മിനിസ്ട്രി ഈ കാറ്റഗറി A, B, C എന്ന് 3 കാറ്റഗറി ഒന്നുള്ളതിൽ C എന്നുള്ള കാറ്റഗറി മാറ്റി അവരത് Bയിലോട്ട് എല്ലാ ഹോസ്പിറ്റൽസും ക്ലിനിക്സും എല്ലാം A and B കാറ്റഗറി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു നല്ല തീരുമാനം അവർ കൈക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ നേഴ്സസിനും സാലറി ഒരുപോലെയല്ല. അപ്പോൾ ഇത്രയും നാളും അവർക്ക് ഏകദേശം ഇപ്പോൾ ഈ നൈറ്റ് അലവൻസും അല്ലെങ്കിൽ ഈ മറ്റ് A ഗ്രേഡ് നൈറ്റ് അലവൻസ് ഏകദേശം ഒരു 100 KD ആണ് ഓരോ നേഴ്സിനും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ A ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രേഡിന് 50 KD മുതൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽ അലവൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് വരുമ്പോഴത്തേനും സാലറിയിൽ നല്ലൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിന് പൊതുവേ സാലറി കുറവായിരിക്കും. അതായത് ഒരു ബേസിക് സാലറി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം
സ്പെഷ്യൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൻ്റെ അലവൻസ് ഉണ്ടെങ്കിൽ പോലും അല്ലാതെ ആ ഹോസ്പിറ്റലിൽ തന്നെ വാർഡുകളിലോ അല്ലെങ്കിൽ ICUയിലൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ OT എമർജൻസി ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന നഴ്സസിനേക്കാളും സാലറി വളരെ കുറവായിരിക്കും ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനത്തെ ആ രീതിയിലുള്ള ഡേ ഡ്യൂട്ടി മാത്രം, അതായത് 7 to 2 ഡ്യൂട്ടി മാത്രം ചെയ്യുന്ന നഴ്സസിന്. അപ്പം അവർക്കാണ് ഓവർ ടൈം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കുവൈറ്റ് ഗവൺമെൻറ് ഇത്ര നാളും കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, ചില ഹോസ്പിറ്റലിൽ അവർ കുറച്ച് നാളുകളായി സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് അവിടെ വാർഡുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇപ്പോൾ ഓവർ ടൈം ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഹോസ്പിറ്റലിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജും മുഖാന്തരവും പിന്നെ ആളുകൾക്ക് ഏൺ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയുമായിട്ടാണ് അവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ റെഗുലർ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 7 to 2, 2 to 10, 10 to 7 എന്നുള്ളതാണ് ഈ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിലെ ഡ്യൂട്ടി ടൈമിംഗ് മോസ്റ്റ്ലി പോകുന്നത്. ചില ഹോസ്പിറ്റലിൽ മാത്രം എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓവർ ടൈം എന്ന് പറയുന്നത് മിക്കവാറും ഹോസ്പിറ്റലുകളിൽ 2 to 6 എന്നുള്ളതാണ്. ക്ലിനിക്കുകളിൽ അത് ചിലപ്പം 8 to 12 ആയിരിക്കാം. അങ്ങനെ പല ഹോസ്പിറ്റലിലും ചിലർക്ക് 4 to 8 ആയിരിക്കാം. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈമിങ്സ് ആയിരിക്കും ഓവർ ടൈമിനുള്ളത്. ഇപ്പോൾ നമുക്ക് വാർഡിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ ICU, ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ എമർജൻസി റൂം ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഓവർ ടൈം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് അവിടെയുള്ള നേഴ്സസിന് സാലറിയിൽ വളരെയധികം വ്യത്യാസം അല്ലെങ്കിൽ ഇനിയും പൈസ കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൈവന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ 7 o'clock വന്നാൽ അവർ 6 o'clock വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ 4 hours 2 to 6 എന്നുള്ളത് അവരുടെ ഓവർ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുന്ന ഒരാൾ 10 o'clock ജോയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് അവർ 6 o'clock ജോയിൻ ചെയ്യുവാണെങ്കിൽ അവർക്ക് ആ 4 hours എന്നുള്ളത് അവരുടെ ഓവർ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയും അതുപോലെ നൈറ്റ് ഡ്യൂട്ടിയും ഉള്ളവർക്കാണ് ഓവർ ടൈമുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചില ഹോസ്പിറ്റൽ നമുക്ക് കിട്ടുന്ന ഹോസ്പിറ്റൽ നമ്മൾക്ക് എവിടെ പോസ്റ്റിംഗ് കിട്ടുന്നോ അതനുസരിച്ചായിരിക്കും നമ്മളുടെ വർക്ക് ലോഡ് വരുന്നത്. ചില ഹോസ്പിറ്റലിൽ നമുക്ക് 7 to 2 എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഹാർഡ് വർക്ക് ആയിരിക്കും. പിന്നെ നമുക്ക് ഫാമിലിയൊക്കെ ഉള്ള ആളുകൾക്ക് 2 to 6 സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ആ ഒരു ഫുൾ ഡേ ഹോസ്പിറ്റലിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും 6:30, 6:45 ഡിപ്പെൻസ് നമ്മൾ എവിടെയാണ് താമസിക്കുന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷേങ്കിൽ അതൊരു ഹെവി ആയിട്ട് തോന്നും. ഇത് ഓപ്ഷനിലാണ്, മാൻഡേറ്ററി അല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം അവരുടെ സാലറിയുടെ ബേസിക് സാലറിയുടെ അനുസരിച്ച് നമ്മൾക്ക് സാലറി അവർ ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ കുവൈറ്റിൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസിന് കിട്ടിയിരിക്കുന്ന വളരെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. കാരണം നേരത്തെ അവർക്കുണ്ടായിരുന്നില്ലാത്ത ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ മിക്കവാറും ഹോസ്പിറ്റലിൽ 70% ഹോസ്പിറ്റലുകളിലും ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലെങ്കിൽ അവർ സിംഗിളായിട്ടാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സാലറി മാത്രമല്ല അവർക്ക് അഡീഷണലായിട്ടൊരു ഇൻകം കൂടെ ഏൺ ചെയ്യാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുവൈറ്റ് ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസിലും അല്ലെങ്കിൽ US അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, അതായത് അവരുടെ സാലറിയേക്കാൾ കൂടുതൽ 1.5 times ആണ് അവരുടെ സാലറിയിലേക്കാളും കൂടുതൽ അവർ ഏൺ ചെയ്യുന്നത്. കുവൈറ്റിൽ അങ്ങനെ ഒരു ഓവർ ടൈം സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 18-19 years ആയിട്ടുള്ളൂ കുവൈറ്റിൽ ഓവർ ടൈം എന്ന് പറയുന്ന സിസ്റ്റം വന്നിട്ടുള്ളത് തന്നെ. അത് തന്നെ വലിയൊരു ഹെൽപ്പാണ്. അപ്പം ഈ OPDയിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്ക് ഒത്തിരി സാലറി ഡിഫറൻസ് വരുമ്പോൾ അവർ ഈ ഓവർ ടൈമൊക്കെ ചെയ്താണ്. മിക്കവാറും എല്ലായിടത്തും ഓവർ ടൈം ഉണ്ട്. ഇനി ഓവർ ടൈം ഇല്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട് കേട്ടോ. പുതുതായിട്ട് വരുന്ന നേഴ്സസിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോകും, നിങ്ങളൊരു ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇടുന്നതെങ്കിൽ നിങ്ങളുടെ നൈറ്റ് അലവൻസ് അവിടെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ഗ്രേഡ് A ഗ്രേഡ് ആണോ B ഗ്രേഡ് ആണോ അവിടെ തന്നെ സാലറിയിൽ 50K ഡിഫറൻസ് വരും. പിന്നെ അലവൻസസ് ഉണ്ട്. ഓരോ അലവൻസിനും 35KD ആണ്. ചില ഹോസ്പിറ്റലിൽ സിംഗിൾ അലവൻസ് മാത്രമേ ഉള്ളൂ, ചിലയിടത്ത് 4 അലവൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സാലറി. അത് ഞാൻ സാലറിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. അതുമാത്രമല്ല, ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ ഈ സമയത്ത് കുവൈറ്റ് മിനിസ്ട്രിയുടെ ഒരു പോളിസിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ അവർക്ക് ഏത് നിമിഷവും ഇപ്പോൾ ഇവിടുത്തെ നിയമങ്ങളൊക്കെ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിയമങ്ങൾക്ക് എപ്പോഴും മാറ്റം വരാം. അസ് ഓഫ് നൗ ഇപ്പോൾ വാർഡുകളിൽ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്കും ഓവർ ടൈം ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോർണിംഗ് ഡ്യൂട്ടി 7 to 2 എന്നുള്ളത് 2 to 6 കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് 6 to 10, പിന്നെ
10 to 7 അവരുടെ റെഗുലർ ഡ്യൂട്ടി. അപ്പോൾ ആ ടൈമിങ്ങിൽ അവരുടെ ബേസിക് സാലറി അനുസരിച്ച് അവർക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ്. പിന്നെ എല്ലാവർക്കും കുറേ ആളുകൾക്കൊക്കെ ഇൻ്റർവ്യൂസ് എല്ലാം കുവൈറ്റ് ഗവൺമെൻറ് നടത്തുന്നുണ്ട്, ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ കുവൈറ്റ് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൈമാറ്റിക് അല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്ട്രീം ചൂട് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ജൂലൈ എന്നുള്ളത്, എങ്കിൽ പോലും നാട്ടിൽ നിൽക്കുന്നതിനേക്കാളും വളരെയധികം മെച്ചമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ക്ലിനിക്കുകളിലേക്കും അങ്ങനെയുള്ളിടത്തൊക്കെ പോസ്റ്റിംഗ് കിട്ടി കഴിഞ്ഞാൽ സാലറിയിലൊരു വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാലറിയിൽ നല്ലൊരു ഉയർച്ച തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.